പരാതി ഞങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത്. അത് കൃത്യമായിട്ട് അത് എന്ത് ചെയ്യണമെന്ന് ലീഗലായിട്ടുള്ള നമ്മൾ നടപടികളിലേക്ക് പോകുന്നുണ്ട്. മാത്രമല്ല ഞങ്ങൾ 21-ാം തീയതി ഈ പറഞ്ഞ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിക്ക് ലീഗലായി പോലീസിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലേക്ക് പോകാൻ താല്പര്യം കാണിക്കുന്നില്ല. അതെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കിട്ടിയ പരാതിക്ക് സംഘടനാപരമായ രീതിയിലുള്ള നടപടികൾ എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് പോലീസിലേക്ക് കൈമാറണം വേണ്ടതിനെക്കുറിച്ച് ലീഗലായിട്ടുള്ള ഒപ്പീനിയൻ ഞങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പരാതി ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു വാങ്ങിയതാണ്. കാരണം ഇത് പത്രങ്ങളിലൂടെ വന്നപ്പോഴാണ് ഇത് അറിഞ്ഞത്. കാരണം ഈ ഒരു സിനിമാ സെറ്റിൽ IC ഉണ്ടായിരുന്നു. എല്ലാ സിനിമാ സെറ്റിലും IC ഉണ്ട്. IC ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ചേംബർ ഓരോ സിനിമകൾക്കും ഷൂട്ടിങ്ങിന് അനുവാദം കൊടുക്കുന്നത്. ആ IC കൃത്യമായി അവിടെ പ്രവർത്തിക്കണമെന്ന് ചേംബറിന് നിർബന്ധമുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ വിൻസി ഒരു ലഹരി വിരുദ്ധ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് പൊതുബന്ധത്തിൽ വരികയാണ്. അത് പൊതുബന്ധത്തിൽ വന്നതനുസരിച്ച് പിന്നീട് സോഷ്യൽ മീഡിയയിൽ വരികയും അങ്ങനെ അത് പയ്യെ ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുമ്പോഴാണ് മലയാളത്തിലെ പ്രമുഖ ദിനപത്രങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇന്നലെ ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്. അപ്പോൾ ഞങ്ങളുടെ മോണിറ്ററിംഗ് കമ്മിറ്റിയിലുള്ള വനിതകളുണ്ട്, അതിൽ സജിത മഠത്തിലുണ്ട്, റാണിയുണ്ട്. അങ്ങനെയുള്ളവർ ഞങ്ങളെ വിളിച്ച് ഇത് കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. കണ്ടു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് പരാതി ഉണ്ട് എന്ന് പറഞ്ഞു. അതനുസരിച്ചാണ് സിനിമയുടെ പേരോ മറ്റു കാര്യങ്ങളോ പറയരുത് എന്ന് ഞങ്ങളോട് വാക്കാൽ പറഞ്ഞിരുന്നു. അത് പാലിക്കാൻ മാക്സിമം ഞങ്ങൾ ശ്രമിച്ചിട്ടുമുണ്ട്. പിന്നെ അതനുസരിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലാണ് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ചേംബറിനല്ല, ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്കാണ്, ചേംബർ എക്സിക്യൂട്ടീവിനല്ല നൽകിയിരിക്കുന്നത്. ഇതിന്റെ ചെയർമാൻ ശ്രീ ജി സുരേഷ് കുമാറാണ്. അദ്ദേഹം ഈ കുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചേംബറിന്റെ പ്രസിഡന്റ് BR ജേക്കബ്. അപ്പം ഞങ്ങൾ 7 സംഘടനകളുടെ 3 പ്രതിനിധികൾ വെച്ചാണ് മോണിറ്ററിംഗ് കമ്മിറ്റിയിലുള്ളത്. അമ്മ, ഫെഫ്ക, പ്രൊഡ്യൂസർ അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ, തിയേറ്ററുകാരുടെ സംഘടന, ചേംബറിനെ പ്രതിനിധീകരിച്ച സുരേഷ് കുമാറും ശ്രീ BR ജേക്കബും ഞാനുമാണുള്ളത്. അപ്പം ഞങ്ങളിത് വളരെയധികം നന്നായിട്ടത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 2022 മുതൽ മുൻ ഭാരവാഹികൾ ഉൾപ്പെടെ 800ഓളം സിനിമകൾ ഇവിടെ ഈ വനിതാ കമ്മീഷൻ ഞങ്ങളെ ഇത് ഏൽപ്പിച്ചതിന് ശേഷം നടന്നു. എല്ലാ സെറ്റിലും IC ഉണ്ട് എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത് കാര്യക്ഷമമാണെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പൊ എന്നാലും ലഹരി ഉപയോഗങ്ങളിലൂടെ ലീഗലായ നടപടിയിലേക്ക് പോകുന്നുണ്ട്. 21-ാം തീയതി നിങ്ങളുടെ സംഘടന യോഗം ചേർന്നതിന് ശേഷം എന്തു ചെയ്യണം എന്ന് തീരുമാനിക്കും. ഈ പെൺകുട്ടി നൽകിയ പരാതിയുടെ സ്വഭാവം എന്താണ് എന്ന് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരേണ്ടതില്ല. അത്രയും ഗുരുതരമായ സ്വഭാവത്തിലുള്ളൊരു പരാതി കിട്ടിയിട്ട് അത് എത്ര നേരം നിങ്ങൾക്ക് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയുമെന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? ആ പരാതി നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സംഘടനാ യോഗം ചേരുന്നത് വരെ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. അത് കിട്ടിയാൽ അതിന്റെ ഗുരുതരമായ സ്വഭാവം മനസ്സിലാക്കിയാൽ ആ സമയത്ത് തന്നെ പോലീസിന് കൈമാറണം എന്നുള്ളതാണ് നാട്ടിലെ നിയമം. നിങ്ങൾ സംഘടനാ നടപടി എടുക്കുന്നുണ്ടെങ്കിൽ അത് ശേഷമാകാം, നിങ്ങളുടെ സൗകര്യത്തിനാകാം. പക്ഷേ നിയമ നടപടിക്ക് നിങ്ങൾക്ക് ആലോചിക്കുന്ന സമയപരിധി ഇല്ല. അല്ല എങ്കിൽ ഈ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ആദ്യം പരാതി നൽകിയത് ഞങ്ങൾക്കല്ല, അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് പരാതി നൽകിയിരുന്നല്ലോ. അപ്പം ഞങ്ങൾ അതിനകത്ത് നിയമപരമായിട്ടുള്ള ഒപ്പീനിയൻ ഞങ്ങൾക്ക് തേടണം. പെൺകുട്ടി തയ്യാറല്ലാത്ത പക്ഷം ഞങ്ങൾ നാളെ കുഴപ്പത്തിലായാലും ഇപ്പൊ തന്നെ പെൺകുട്ടി പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ചേംബറിൽ ഞങ്ങള് വിശ്വാസമില്ല, പുറകോട്ട് ഞാൻ പരാതി പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. തെറ്റിദ്ധാരണ പുറത്താണ്, അതറിയില്ല എന്താണ്. ചേംബറിൽ വിശ്വാസമില്ല എന്ന് ആ കുട്ടി പറയാനിടയായ സാഹചര്യം നിങ്ങളുടെ ഉത്തരവാദിത്വ ബോധമില്ലായ്മയിൽ നിന്നുണ്ടാവുന്നതാണ്. അത് അനുസരിച്ചല്ല. അതായത് ഇനി ആദ്യം അമ്മയ്ക്ക് പരാതി നൽകിയാൽ ഒരു നിമിഷം അമ്മയ്ക്ക് പരാതി നൽകിയിട്ട് അവരത് പോലീസിന് കൈമാറിയിട്ടില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അമ്മയ്ക്കുള്ളതാണ്. ചേംബറിന് പരാതി നൽകിയിട്ട് ചേംബർ അത് കൈമാറിയിട്ടില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ചേംബറിനുള്ളതാണ്. അതിൽ അങ്ങേക്ക് മറുപടി ഉണ്ടാകണമല്ലോ. അല്ല ഞാൻ പറയട്ടെ, പരാതി നൽകിയിരിക്കുന്നത് ഞങ്ങൾക്കാണ്. ആ പരാതി ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ ഇപ്പൊ കസാലവാഴ്ചയാണ്. തിങ്കളാഴ്ച ഞങ്ങൾ അടിയന്തര യോഗം വിളിച്ചതിനാണ്. കാരണം ഇത് നിയമപരമായി ഞങ്ങളുടെ ലീഗൽ ഒപ്പീനിയൻ തേടിയിട്ടുണ്ട്. ഈ കുട്ടി പോലീസിൽ മറ്റ് സംവിധാനങ്ങൾ പരാതി കൊടുക്കാനോ പരാതിപ്പെടാനോ തയ്യാറല്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടി പറയുന്നത് പോലും ഇയാളുടെ പേര് ഈ ഗുരുതരമായ സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് പോലീസിൽ കൈമാറാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. ആ കുട്ടി നേരിട്ട് പരാതി കൊടുക്കണമെന്നില്ല.
ഇനി നിങ്ങളുടെ പക്കൽ ആ പരാതി ഉണ്ട് എന്ന് പോലീസിന് അറിയാമെങ്കിൽ പോലീസ് അവിടെ വന്ന പരാതിയുടെ കോപ്പി വാങ്ങേണ്ടത് അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ എടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് ഞാൻ നേരത്തെ ശ്രീ റെജി ലൂക്കോസിനോട് ചോദിച്ചു എന്ത് നോക്കിയിരിക്കുകയാണ് എന്നുള്ളത്. പക്ഷെ അത് കൈമാറേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് പെസാവള്ളിയും പെസാവേണവും ദുഃഖവെള്ളിയും ഒന്നുമില്ല, ഈസ്റ്ററുമില്ല, നിയമത്തിന് അങ്ങനെ യാതൊരു ഹോളിഡേയും ഇല്ല. അല്ല മാധു, ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് ഒന്നും മറക്കാനില്ല. ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട കാര്യമാണല്ലോ ഇത്. ഞങ്ങൾക്ക് ഇറങ്ങുന്നത് ഒന്നും മറക്കാനില്ല. ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ പത്രധാര ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുക ചെയ്തത്. അല്ല, കുട്ടിയോട് ചോദിച്ചു നോക്കൂ. കുട്ടിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ചേംബറിൽ എന്തെങ്കിലും രേഖകൾ പുറത്തു ഞങ്ങൾ ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല. ചേംബർ ഒരു കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പറഞ്ഞല്ലോ, പെൺകുട്ടി അതിന് തയ്യാറല്ല എന്നൊരു സാഹചര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ആ പെൺകുട്ടി പറയുന്നത് പോലും ഈ വ്യക്തിയുടെ പേരോ സിനിമയുടെ പേരോ വെളിയിൽ പറയാൻ പാടില്ലെന്നാണ്. പേര് പുറത്തു വന്നതിന്റെ പേരിൽ ഞാൻ ആ പരാതി പിൻവലിക്കണമോ എന്ന് ആലോചിക്കുന്നു എന്നുള്ളതാണ്. ആ പേര് പുറത്തു വരാൻ പാടില്ലായിരുന്നു എന്ന ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് അവർ പരാതി നൽകിയിട്ടുള്ളത്. പക്ഷേ പേര് പുറത്തു വരരുതെന്നേ പറഞ്ഞുള്ളൂ, പോലീസിന് കൈമാറരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പേരാരാണ് പറഞ്ഞത്? പേരാരാണ് പറഞ്ഞത്? അത് ഞങ്ങളാണോ പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? ആർക്കാണ് പരാതി കിട്ടിയത്? പരാതി കിട്ടിയവർ പേര് ഗസ് ചെയ്ത് പറഞ്ഞു കാണും. ആ ഉവ്വ. എന്നിട്ട് അല്ല, അങ്ങനെ പരാതിയുടെ കോപ്പി ഞങ്ങൾ ഒരു പരാതിയുടെ കോപ്പി ഒരു മാധ്യമങ്ങൾക്ക് നൽകിയിട്ടില്ല. വെറുതെ ഇല്ലാത്ത കാര്യം പറയേണ്ട കാര്യമില്ല. നിങ്ങൾ തെളിവാചരാക്ക്. ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിയില് ഒരു വ്യക്തിയും, ഞാൻ ഉൾപ്പെടുന്ന ഒരു വ്യക്തികളും ഒരു പരാതിയോ പരാതിയുടെ കോപ്പിയോ ഒരു കാര്യങ്ങളും ഒരു മാധ്യമങ്ങളോടും പറഞ്ഞില്ല. നിങ്ങൾ ചോദിച്ചതിന് ജനറൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ മറിച്ച് ഞങ്ങൾ ഒരു രേഖയും ആർക്കും കൈമാറിയിട്ടില്ല, ഒരു ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടുമില്ല. ഈ തെറ്റിദ്ധാരണയാണ് ആ പെൺകുട്ടിയെ ബാധിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. പറഞ്ഞില്ലേ? അപ്പോ അങ്ങനെ ഒരു പേര് പുറത്തു പറയാൻ പാടില്ലാത്തതാണ്, പുറത്തു വരാത്തതാണ് എങ്കിൽ എന്താണ് കാര്യം? ഇന്ന് ലഹരി ഉപയോഗിക്കുന്നയാൾ, നിങ്ങൾ പറഞ്ഞ ലഹരി ഉപയോഗിക്കുന്നയാൾ, ഓട്ടനിൽ നിന്ന് ചാടിയയാൾ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പറയും. തീർച്ചയായും നിങ്ങൾ ചോദിക്കുന്ന ഉത്തരവാ പറയുന്നത് ഞങ്ങൾ സിനിമയുടെ പേരോ വ്യക്തിയുടെ പേരോ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി ഞങ്ങൾ പറയാറുണ്ട്.